Hi, welcome to Set Your Life with me. This is the second part of Troilus and Cressade. As I told you before, Troilus and Cressade is divided into 5. And today I am going to talk about the summary of Troilus and Cressade. So let's have a look. Book first discusses how Troilus finds Cressade and tries to woo her or tries to gain love from her. So as I told you before, Trojan War ആണ് historical background. It is the war between Trojans and Greeks. City of Troy വെച്ച് നടക്കുന്ന വാറാണ്. Trojan priest ആണ് കെൽക്കാസ്. കെൽക്കാസിൻ്റെ daughter ആണ് Cressade. She is a widow. So during that Trojan war, the priest Calchas leaves that place and abandons his daughter there. Calchas widow daughter ആയിട്ടുള്ള ക്രിസൈഡിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണ്. സോ ക്രിസൈഡ് സീക്സ് പ്രൊട്ടക്ഷൻ ഫ്രം ഹെക്ടർ. ട്രോയിലസിൻ്റെ ബ്രദറാണ് ഹെക്ടർ. സോ ഹെക്ടറിൻ്റെ അടുത്താണ് ക്രിസൈഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോകുന്നത്. വൺ ഡേ ട്രോയിലസ് മോക്സ് എ കപ്പിൾ. ഒരു ടെമ്പിളിൽ വെച്ചിട്ട് കപ്പിളിനെ പരിഹസിക്കുന്നുണ്ട് ട്രോയിലസ്. സോ ലവ് ഗോഡ് ക്യൂപ്പിഡ് അത് കാണുകയും ട്രോയിലസിനെതിരായിട്ട് ഹി ടേക്സ് റിവെഞ്ച്. Cupid makes Troilus fall hopelessly in love with Cressade. When Troilus sees Cressade, he falls in love with Cressade. Troilus's friend ആണ് Pandrus. So, Troilus reveals his love. Pandrusനോട് he tells that Cressade, he loves Cressade. സോ ക്രിസൈഡിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഫ്രണ്ടായിട്ടുള്ള പാൻഡ്രസിനോടാണ് ട്രോയിലസ് പറയുന്നത്. സോ പാൻഡ്രസ് എഗ്രീസ് ദാറ്റ് ഹി വിൽ ഹെൽപ്പ് ട്രോയിലസ് ആൻഡ് പാൻഡ്രസിൻ്റെ നീസാണ് ക്രിസൈഡ് എന്ന് പാൻഡ്രസ് ട്രോയിലസിനോട് പറയുകയും ഈ ലവിന് ഹെൽപ്പ് ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതാണ് ബുക്ക് ഫസ്റ്റിൽ പറയുന്നത്. Here Pandrus visits Cressade's home and meets Cressade and tells that Troilus is in love with Cressade. എത്രത്തോളം ട്രോയിലസിന് ക്രിസൈഡിന് ഇഷ്ടം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പാൻഡ്രസ് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ക്രിസൈഡ് ആക്സെപ്റ്റ്സ് ബൈ തിങ്കിങ് ദാറ്റ് ട്രോയിലസ് വുഡ് ബി എ വർത്തി പാർട്ട്ണർ. നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും ട്രോയിലസ് എന്ന് ഷീ തിങ്സ്. ഹിയർ Book 2 describes their love and how they write letters and how they exchange their ideas, their love with the help of Pandrus. So, Book 2 describes their love and how they express it with the help of Pandrus. Book 3 depicts the celebration of love between Troilus and Cressade. Troilus and Cressade consummate their relationship, exchange their ring with the help of Pandrus. So, how they develop their love, how they celebrate their love, അതാണ് ബുക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. ട്രോയിലസിൻ്റെയും ക്രിസൈഡിൻ്റെയും ലവ് സ്റ്റോറി ഒരു ട്രാജിക് ലവ് സ്റ്റോറിയായി മാറുന്നത് ബുക്ക് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടുന്ന് മുതലാണ് അവരുടെ ലൈഫിന് ഒരു ട്രാജിക് പരിവേഷം വരുന്നത്. സോ ഹിയർ ക്രിസൈഡ്സ് ഫാദർ കെൽക്കാസ് റിട്ടേൺസ് ടു ദാറ്റ് പ്ലേസ് ആൻഡ് ട്രൈസ് ടു റീക്ലെയിം ഹിസ് ഡോട്ടർ. മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്രിസൈഡിൻ്റെ ഫാദർ കെൽക്കാസ് തിരിച്ചു വരികയാണ്. സോ ഹിയർ പാൻഡ്രസ് ആൻഡ് ട്രോയിലസ് ഡിസൈഡ് ടു സെൻഡ് ക്രിസൈഡ് വിത്ത് കെൽക്കാസ്. അവരൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. തൽക്കാലത്തേക്ക് ക്രിസൈഡിനെ ഫാദറിൻ്റെ കൂടെ
അയക്കാം. ആൻഡ് ആഫ്റ്റർ 10 days ക്രിസൈഡ് വിൽ റിട്ടേൺ ടു ട്രോയ്. എങ്ങനെയെങ്കിലും ആ ട്രോജൻ ക്യാമ്പിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു കണ്ടീഷനിൽ പാൻട്രസും ട്രോയിലസും കൂടി ക്രിസൈഡിനെ കെൽക്കാസിൻ്റെ കൂടെ അയക്കുകയാണ്. സോ ബുക്ക് 4 ഡിസ്കസസ് ദെയർ സെപ്പറേഷൻ. എങ്ങനെയാണ് അവർ സെപ്പറേറ്റ് ആവുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബുക്ക് 4 ഡിസ്കസ് ചെയ്യുന്നത്. Here, Troilus escorts Cresside. He is heartbroken but hides his feelings. വളരെയധികം വിഷമത്തോടു കൂടിയാണ് ട്രോയിലസ് ക്രിസൈഡിനെ ക്യാമ്പിലേക്ക് വിടുന്നത്. ക്രിസൈഡ് ഗോസ് ടു ദ ക്യാമ്പ് അക്കംപനീഡ് ബൈ ഡയോമീഡ്. ഡയോമീഡിൻ്റെ കൂടെയാണ് ക്രിസൈഡ് ആ ക്യാമ്പിനകത്തേക്ക് പോകുന്നത്. ബട്ട് ഡയോമീഡ് ഈസ് എൻചാൻറ്റഡ് ബൈ ക്രിസൈഡ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ക്രിസൈഡിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് ഡയോമീഡ് എൻചാൻറ്റഡ് ആവുകയാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് ക്യാമ്പിൽ നിന്ന് എസ്കേപ്പായി വരാം എന്ന് പറഞ്ഞിട്ടാണ് ക്രിസൈഡ് ക്യാമ്പിനകത്തേക്ക് പോകുന്നത്. ബട്ട് ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് ക്യാമ്പ്. വെൻ ഷി ഗെറ്റ്സ് ദ ലെറ്റർ ഫ്രം പാൻട്രസ് ഇൻ വിച്ച് ഹി ആസ്ക്സ് അബൌട്ട് ഹെർ ഡിലേ, ഷീ റിപ്ലൈസ് ഷീ വിൽ ലീവ് ദാറ്റ് ക്യാമ്പ് ആസ് സൂൺ ആസ് പോസിബിൾ. ട്രോയിലസ് പറഞ്ഞിട്ടാണ് പാൻട്രസ് ക്രിസൈഡിന് ലെറ്റർ അയക്കുന്നത്. എന്തുകൊണ്ടാണ് ക്യാമ്പിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഇത്രയും ഡിലേ വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. സോ ഷീ റിപ്ലൈസ് ദാറ്റ് ഷീ വിൽ ലീവ് ദ ക്യാമ്പ് ആസ് സൂൺ ആസ് പോസിബിൾ. ബട്ട് വീക്സ് പാസ്റ്റ് ഷീ ഫെയിൽസ് ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് ക്യാമ്പ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ ഹാസ് എ സീക്രട്ട് റിലേഷൻഷിപ്പ് വിത്ത് ഡയോമീഡ്. കുറേ നാൾ ക്യാമ്പിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നപ്പോൾ ക്രിസൈഡിന് ഡയോമീഡിനോട് ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ബിഗിൻ ചെയ്യുകയാണ്. ഡയോമീഡാണെങ്കിൽ നേരത്തെ പറഞ്ഞു അവളുടെ ക്രിസൈഡിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് വളരെയധികം എൻചാൻറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. വെൻ ട്രോയിലസ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ക്രിസൈഡ് ബീട്രേസ് ഹിം, ട്രോയിലസ് ഡിവോട്ട്സ് ഹിംസെൽഫ് ടു വാർ ആൻഡ് ഫൈനലി ഹി ഡൈഡ്. ചതിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ട്രോയിലസ് ഡിവോട്ട്സ് ഹിംസെൽഫ് ടു ദ വാർ ആൻഡ് ഫൈനലി ഹി ഡൈഡ്. He reaches heaven, and after seeing God's perfect love, he realizes that God's love is more reliable than the mortal love that he could experience on earth. എർത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ലവിനേക്കാളും എത്രയോ അധികം റിലയബിളാണ് ഗോഡ്സിൻ്റെ ലവ് എന്ന് ഹെവനിലിരുന്നിട്ട് ട്രോയിലസ് അവരുടെ ആ ഒരു ലവ് എല്ലാം വാച്ച് ചെയ്തപ്പോൾ റിയലൈസ് ചെയ്യുന്നു. The narrator gives praise to the Holy Trinity. Holy Trinityയുടെ ഒരു റെഫറൻസ് ഇതിൽ വരുന്നുണ്ട്. And the work ends by describing the perfect unity between God, God's Son Jesus Christ, and the Holy Spirit. So, the narrator thanks to God for offering humans love, grace, ഗൈഡൻസ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇടയിൽ ലവ്, ഗ്രേസ്, ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതിൽ ദൈവത്തോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഈ വർക്ക് അവസാനിക്കുന്നത്. സോ ബുക്ക് 5 ഫേറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയ ഒരു പോയിൻ്റ് ഉണ്ട്. സോറി ഫോർ ദാറ്റ്. ദിസ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഗോവർ. ചോസ് ഗോവറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വർക്കാണ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ്. അതുകൂടി ആഡ് ചെയ്യണം. ഓക്കെ. ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. 2013 ഡിസംബറിൽ ചോദിച്ച ചോദ്യമാണ്. വിച്ച് വർക്ക് ഓഫ് ചോസർ ഇസ് എൻ അഡാപ്റ്റേഷൻ ഓഫ് ഫിലോസ്ട്രാറ്റോ? ഫിലോസ്ട്രാറ്റോ ബൊക്കാഷ്യോൻ്റെ ആണ്.
വിച്ച് വർക്ക് ഓഫ് ചോസർ ഇസ് എൻ അഡാപ്റ്റേഷൻ ഓഫ് ഫിലോസ്ട്രാറ്റോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിലോസ്ട്രാറ്റോനെ ബേസ് ചെയ്തിട്ടാണ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് എഴുതിയിരിക്കുന്നത്. സോ വിച്ച് വർക്ക് ഓഫ് ചോസർ ഇസ് എൻ അഡാപ്റ്റേഷൻ ഓഫ് ഫിലോസ്ട്രാറ്റോ? ദ ആൻസർ ഇസ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ്. അപ്പോൾ ട്രോയിലസ് ആൻഡ് ക്രിസൈഡിൻ്റെ ക്ലാസ് ഇവിടെ തീരുകയാണ്. വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.